സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ വീണ്ടും ഗസയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഗസയിൽ ജനുവരി 19 മുന്ന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും അവരുടെ ക്രൂരമായ വംശഹത്യാശ്രമം തുടങ്ങിയിരിക്കുന്നു. അതിന് പല കാരണങ്ങൾ അവർ നിരത്തുന്നുണ്ട്. ആദ്യം പറഞ്ഞത് ഈ ഹമാസ് കരാർ പ്രകാരമുള്ള ബന്ദിമോചനം നടത്തുന്നില്ല, അവർ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ ആക്രമിക്കുന്നു എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞ ന്യായം. രണ്ടാമത് പറഞ്ഞത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചില്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന വ്യാഖ്യാനം ഈ ഹമാസ് ഈ ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ആക്രമണം തുടരുകയാണ് മാർഗം എന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം പുനരാരംഭിച്ചത് എന്ന് വന്നു. എന്തായാലും കഴിഞ്ഞ ഒരു 3 ദിവസത്തിനിടെ ഏതാണ്ട് 600 ജീവനാണ്, അതിൽ തന്നെ നേരത്തെ നടത്തിയ ആക്രമണങ്ങളിലുള്ളതുപോലെ തന്നെ കുഞ്ഞുങ്ങളാണ് ഭൂരിഭാഗവും മരിക്കുന്നത്. ആ ആക്രമണം പുനരാരംഭിക്കാൻ എന്ത് കാരണം, ഇതെവിടെയാണ് കൊണ്ടുചെന്ന് എത്തിക്കാൻ ഇസ്രായേലും അമേരിക്കയും ശ്രമിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് നമുക്കൊപ്പം ഡോക്ടർ PJ വിൻസെൻ്റ് ഉണ്ട്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിത് പലവട്ടം സംസാരിച്ചാണ്. ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ, അതായത് 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആരംഭിച്ച ഈ വംശഹത്യാശ്രമത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഈ വെടിനിർത്തൽ കരാർ വന്നതോടുകൂടെ കുറച്ചെങ്കിലും ഒരു ആശ്വാസം, കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇതിന് തുനിയുന്നത്? പല റീസൺസ് പറയുന്നുണ്ട്. അതിലൊന്ന്, ഞാൻ ഈ പറഞ്ഞതിന് പുറമെ ഒന്ന് ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പ്രതിസന്ധിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ആക്രമണം പുനരാരംഭിക്കാനുള്ളൊരു കാരണം? അതിൽ സയനിസ്റ്റുകളുടെ മിനിമം പ്ലാനും മാക്സിമം പ്ലാനും ഉണ്ട്. അവരുടെ മാക്സിമം പ്ലാൻ എന്നത് ഗസയും വെസ്റ്റ് ബാങ്കും അതുപോലെ സിറിയയുടെ ഭാഗങ്ങൾ, ലെബനനൊക്കെ ഉൾപ്പെടുത്തിയുള്ള വിശാല ഇസ്രായേൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ട്രംപിൻ്റെ വെസ്റ്റ് ഏഷ്യൻ പ്ലാനും വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്ലാനിൽ അതിൻ്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തെ മാറ്റിവരയ്ക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. അതിൽ അമേരിക്കൻ വിരുദ്ധ നിലപാടെടുക്കുന്ന സർക്കാരുകളെ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയോ തകർക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട താല്പര്യം. അതിൽ സിറിയയിൽ അവർ വിജയം കൈവരിച്ചു. അതിൽ തന്ത്രപരമായ റഷ്യയെ ന്യൂട്രലൈസ് ചെയ്യാനും അമേരിക്കയ്ക്ക് സാധിച്ചു. എന്നാൽ റഷ്യയുടെ ഏറ്റവും ശക്തമായ പിന്തുണയിലാണ് അസദ് റഷീം സിറിയയിൽ തുടർന്നത്. എന്നാൽ ആ സിറിയയിലെ ആ റെജീമിനെ അട്ടിമറിക്കാൻ അവർക്ക് സാധിച്ചു. ലെബനനിലുള്ള ഹിസ്ബുള്ളയെ ഓൾമോസ്റ്റ് ന്യൂട്രലൈസ് ചെയ്തു. ഹൂത്തികൾ ഇപ്പോൾ ചെറിയ രൂപത്തിൽ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുന്നോടിയായി ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം ആദ്യത്തെ ആക്രമണ ഉത്തരവിൽ അദ്ദേഹം ഒപ്പിട്ടു. ഹൂത്തികളുടെ കേന്ദ്രങ്ങൾ, സന അടക്കമുള്ള കേന്ദ്രങ്ങളെല്ലാം അമേരിക്ക ബോംബ് ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം പുനഃസ്ഥാപിച്ചത്. മാത്രവുമല്ല, ഇറാനാണ് ആത്യന്തികമായി അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഇറാനെയും ഇറാൻ്റെ പ്രോക്സികളെയും തകർക്കുകയും ഹമാസിനെ പൂർണ്ണമായും നിർവീര്യമാക്കുകയും അങ്ങനെ വെസ്റ്റ് ഏഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ച്, ആംഗ്ലോ അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ച് മാറ്റിവരയ്ക്കാനുള്ള ബൃഹത് പദ്ധതിയിലേക്ക്, അവരുടെ മാക്സിമം പ്ലാനിലേക്ക് അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ ഈ അക്രമത്തെ കാണുന്നത്. കാരണം ഇത് ഗസയിൽ മാത്രം ഒതുങ്ങുക എന്ന പരിമിതമായ ലക്ഷ്യങ്ങളല്ല അവർക്കുള്ളത്. ഗസയിൽ വെടിനിർത്തൽ 42 ദിവസം യാഥാർത്ഥ്യമായി. അതിൽ ട്രംപിൻ്റെ നിലപാടുകൾ വളരെ പ്രസക്തവുമാണ്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഒരു ഡിസ്റപ്ഷൻ കൊണ്ടുവരുന്ന നിലയിലുള്ള സമീപനങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ പങ്കുവച്ച് കുറേ ആളുകൾ ഗസയിൽ വന്ന് ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ ഗസ ഒരു റിയൽ എസ്റ്റേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാറുന്നു. അമേരിക്ക വിൽ ടേക്ക് ഓവർ ഗസ എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അതും ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ സന്ദർശിച്ച വേളയിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് US വിൽ ടേക്ക് ഓവർ ഗസ എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നത്. അത് പക്ഷേ സീരിയസ് അല്ല എന്നാണ് ലോകം വിചാരിച്ചത്. പക്ഷേ ട്രംപ് ഇക്കാര്യത്തിൽ സീരിയസ് ആണ് എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്താവനകൾക്കും അങ്ങനെ ഒരു ഡിസ്റപ്റ്റീവ് എലമെൻ്റ് ഉണ്ട്. പനാമ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു, കാനഡ 51ാമത്തെ സ്റ്റേറ്റ് ആക്കുമെന്ന് പറയുന്നു, ഗ്രീൻലാൻഡ് അമേരിക്ക പർച്ചേസ് ചെയ്യും എന്ന് പറയുന്നു,
ഇങ്ങനെ അതുപോലെ നികുതി ചുമത്തുന്ന കാര്യങ്ങളിൽ യൂറോപ്യൻ യൂണിയനെതിരായിട്ട് വരുന്നു, കാനഡയ്ക്കെതിരായി പുതിയ ചുങ്കം ചുമത്തുന്നു, ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഗ്ലോബൽ പൊളിറ്റിക്സിനെ മാറ്റാനും പശ്ചിമേഷ്യൻ രാഷ്ട്രീയം സവിശേഷമായി ഇസ്രായേൽ കേന്ദ്രീകൃതമായി മാറ്റി തീർക്കുവാനുമുള്ള ഒരു നടപടിയിലേക്ക് അമേരിക്ക നീങ്ങുന്നു. അങ്ങനെ ഉള്ള ഒരു സിഗ്നൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭീകരമായ ഒരു നരഹത്യ. അതും ഈ റമളാൻ മാസത്തിൽ സാധാരണഗതിയിൽ ഒരു റിസ്ട്രെയിൻസ് ഉണ്ടാവാറുണ്ട്. അത് മധ്യകാലഘട്ടത്തിൽ മുതലേ അത്തരത്തിൽ, ഇപ്പോൾ കുരിശുയുദ്ധം നടന്ന സമയത്ത് പോലും ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ തങ്ങൾ ആയുധമെടുക്കില്ല എന്നൊക്കെയുള്ള ധാരണകൾ ഉണ്ടായതായി ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നൈതികതയും ബാക്കി വയ്ക്കാതെ പൂർണ്ണമായും സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള പല ആക്രമണങ്ങളും ഇസ്രായേൽ തന്നെ പറയുന്നത് സിവിലിയന്മാരുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഹമാസുകാരെ അറ്റാക്ക് ചെയ്യാനാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ന്യായീകരണം പോലും അവർ നടത്തിയിട്ടില്ല. 405 ആളുകൾ ക്ഷണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. സിവിലിയൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. കൊല ചെയ്യപ്പെട്ടതിൽ മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 100% തന്നെ സിവിലിയന്മാരാണ്. അതിൽ തന്നെ കുട്ടികളുടെ എണ്ണം ആണ് ഏറ്റവും അധികം. അതീവ സങ്കടകരമായ ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. പക്ഷേ ഇവിടെ നിർത്തും എന്നതിൻ്റെ യാതൊരു സൂചനയും ഇതുവരെ നമുക്ക് കിട്ടുന്നുമില്ല. അത് പറയുമ്പോഴേ ഈ ടാക്ടിക്സ്, ഇപ്പോൾ ഈ സൂചിപ്പിച്ച ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ടാക്ടിക്സിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സീസ് ഫയറിനെ കുറിച്ചുള്ള ചർച്ചകൾ പെട്ടെന്ന് സജീവമാവുകയും വെടിനിർത്തലിനുള്ള ധാരണകളിലേക്ക് എത്തുകയും ഏതാണ്ട് ഈ അധികാരം ഏറ്റെടുക്കലും ഈ സീസ് ഫയറും ഒരേ സമയമാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിക്കുന്നതിന് തൊട്ടുപിറകെ ഇപ്പോൾ മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ഈ ഗസ ഏറ്റെടുക്കലിനെ കുറിച്ചുള്ള അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ട്രംപ് നടത്തുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സീസ് ഫയർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഈ ആക്രമണം നടത്തുന്നു. സീസ് ഫയറിൻ്റെ ഒരു 2ാം ഘട്ടത്തിലേക്ക് പോകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സംബന്ധിച്ച് ഹമാസ് മുൻകൈ എടുക്കണം എന്ന് അത് തുടങ്ങണം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാതെ നിൽക്കുന്നു. ഇങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് ഇറ്റ്സെൽഫ്, അതായത് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, അതിൻ്റെ ആശ്വാസത്തിൽ ഈ ആക്രമണം ഭയന്ന് ഒഴിഞ്ഞുപോയ ഗസയിലെ ഫലസ്തീൻകാർ തിരിച്ച് അവരുടെ പ്രദേശങ്ങളിലേക്ക് കുറേയൊക്കെ മടങ്ങി വരുന്നു. ഇടയ്ക്ക് ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസ്റ്റബിലൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയാണിത്. അവർ ഒരു പ്രതീക്ഷയിലാണ് തിരിച്ചു വരുന്നത്. ആ മനുഷ്യരെ വീണ്ടും ആക്രമിക്കുന്നു, അവർ വീണ്ടും ഓടിപ്പോകേണ്ടി വരുന്നു. അപ്പോൾ ഇനി ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ പോലും ഈ മനുഷ്യർ ഇങ്ങോട്ട് വരണമോ വേണ്ടയോ എന്ന് രണ്ടാമതൊന്നും ആലോചിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടോ? ഇതൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. നിരന്തരമായി സംഘർഷത്തിൽ കഴിയാൻ ഒരു ജനതയ്ക്ക് കഴിയില്ല. അപ്പോൾ ഈ മണ്ണിൽ നിന്ന് കഴിഞ്ഞാൽ മരണവും സംഘർഷവും അല്ലാതെ ബാക്കിയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കുകയും അതിനുശേഷം ഒരുപക്ഷെ ജോർദാനോ ഈജിപ്തോ മറ്റേതെങ്കിലും ഭാഗത്തേക്കോ നിങ്ങൾക്ക് പോയി താമസിക്കാം, അവിടെ ഞങ്ങളൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കിത്തരും, വലിയ സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ജീവരക്ഷാർത്ഥം മനുഷ്യർ പലായനം ചെയ്തേക്കാം. അത്തരത്തിലുള്ള ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു തന്ത്രമാണല്ലോ അത്. ആളുകളെ നിരന്തരമായി പ്രൊവോക്ക് ചെയ്ത്, നിരന്തരമായി ആക്രമിച്ച്, നിരന്തരമായി ആളുകളെ കൊലപ്പെടുത്തി സ്വന്തം മണ്ണിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ദീർഘതന്ത്രമാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ താങ്കൾ ആദ്യം സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 2025 ജനുവരി 20 ഓവൽ ഓഫീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഗസ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കും എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്, ക്യാമ്പയിൻ കാലത്ത് അദ്ദേഹം പറഞ്ഞു. അത് വലിയ ലിവറേജ് അദ്ദേഹത്തിന് കിട്ടി. കാരണം ജോ ബൈഡനോ ഡെമോക്രാറ്റുകളോ ഇങ്ങനെയൊരു വാദം മുന്നോട്ട് വെച്ചില്ല. ഇപ്പം അറബ് അമേരിക്കൻസ് ഏറ്റവും അധികമുള്ള മിഷിഗൻ സ്റ്റേറ്റിൽ, അതൊരു ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റാണ്. അവിടെ അദ്ദേഹം വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ഗാസൻ നയമാണ്. ഗസ യുദ്ധം ഞാൻ അവസാനിപ്പിക്കും അധികാരത്തിൽ എത്തിയ ഉടനെ തന്നെ എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി. മാത്രമല്ല 7 ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിലും ട്രംപിന് വലിയ രൂപത്തിലുള്ള പിന്തുണ അവിടുത്തെ അമേരിക്കൻ സിറ്റിസൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അതോടൊപ്പം അവിടുത്തെ മുസ്ലിം സമൂഹവും ഇത്തവണ വലിയ രൂപത്തിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ എല്ലാം
കാരണം ഇതായിരുന്നു. പക്ഷേ 42 ദിവസത്തെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്നത് വരെ ഒരു പക്ഷേ ട്രംപ് പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള നിലപാടുകൾ വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഹമാസിന് അനുകൂലമായി എന്ന് പറഞ്ഞ് ഗസയ്ക്ക് വേണ്ടി പ്രകടനം നടത്തിയ എത്രയോ ആളുകളെ ഇപ്പോൾ നാട് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിനി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഗവേഷക വിദ്യാർത്ഥി സെൽഫ് എക്സിറ്റ് അടിച്ച് ഇങ്ങോട്ട് പോന്നു. അതുപോലെ പല പുതിയ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ പുറത്താക്കാനായിട്ടുള്ള നടപടികൾ അദ്ദേഹത്തെ ഇന്നലെയോ മിനിയാന്നോ മറ്റോ വളരെ എന്താ രഹസ്യ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ഉണ്ടായി എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതെ. അപ്പോൾ അമേരിക്കയിൽ ഇന്നിപ്പോൾ ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിളുണ്ട്, അമേരിക്കയിലുള്ള ആളുകൾക്ക് ഈ സിറ്റിസൺസിന് മാത്രമേ റൈറ്റ്സ് ഉള്ളൂ, സാധാരണ മറ്റുള്ളവർക്ക് മനുഷ്യാവകാശങ്ങളൊന്നുമില്ലേ എന്നുള്ള നിലയ്ക്ക് ഉള്ള സംവാദങ്ങൾ അത് സംബന്ധിച്ച് വരുന്നുണ്ട്. അവൾ അവിടെ ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി വിസയിലോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ അവിടെ ഗവേഷണം നടത്തുന്നവരും പഠിക്കുന്നതുമായ വിദ്യാർത്ഥികൾ, ഇതിലൊക്കെ ഒരു വലിയ മുന്നേറ്റമായിരുന്നല്ലോ. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളത് ടെററിസത്തെ അനുകൂലമായ നിലപാടെടുക്കുന്നതോ ഹമാസിനെ പിന്തുണയ്ക്കുന്നതുമായിട്ടൊരു ബന്ധവുമില്ല. ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യർ അവിടെ നടക്കുന്ന നരമേധം അവസാനിപ്പിക്കണമെന്ന അഭിപ്രായമുള്ളവരാണ്. ഇപ്പോൾ തന്നെ 200-ലധികം രാജ്യങ്ങളിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള അക്രമത്തിനെതിരായിട്ട് പ്രതിഷേധ പ്രകടനം നടന്നു. അതിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം ആളുകൾ മുസ്ലിമുകൾ പോലുമല്ല, അറബികളല്ല. അപ്പോൾ ഇതിൽ ഒരു മനുഷ്യത്വ വിരുദ്ധതയുണ്ട്, വംശഹത്യയുടെ ഘടകമുണ്ട്. അമേരിക്കൻ ക്യാമ്പസുകളിലും അങ്ങനെയാണ്. അമേരിക്കൻ ക്യാമ്പസുകളിൽ ഹമാസിനെ പിന്തുണയ്ക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ ടെററിസത്തെ പിന്തുണയ്ക്കുക എന്നുള്ളതല്ല. ഗസയിലെ മനുഷ്യർ, അവിടുത്തെ സിവിലിയൻ പോപ്പുലേഷൻ, അവിടെ കൊല ചെയ്യപ്പെട്ടതിൽ 80% സിവിലിയൻസാണ്. അതിൻ്റെ കണക്കുകളെല്ലാം പുറത്തു വന്നു. പ്യൂ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട കണക്കുകൾ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. ഈ 80%-ൽ 70%-ഓളം സ്ത്രീകളും കുട്ടികളുമാണ്. ഇതെല്ലാം വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് സിവിലിയന്മാരെയും സാധാരണക്കാരെയും കൊന്നൊടുക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കണം. ലോകത്തിലൊരു കൺസെൻസസ് ഉണ്ട്. ഇപ്പോൾ ഹമാസിനോട് ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ അവർക്ക് എല്ലാവിധ റൈറ്റ്സുമുണ്ട്, യുദ്ധം ചെയ്യട്ടെ. പക്ഷേ സാധാരണ മനുഷ്യരെ കൊലപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന യുദ്ധത്തിനെതിരായിട്ടാണ് ആഗോള വ്യാപകമായി പ്രതിഷേധം ഉയർന്നു വന്നത്. അമേരിക്കൻ ക്യാമ്പസുകൾ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. അത്തരം പ്രതിഷേധങ്ങൾ ഇനി ഒരിക്കലും അനുവദിക്കില്ല എന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചു. കൊളംബിയ യൂണിവേഴ്സിറ്റി അടക്കമുള്ള വിശ്വോത്തര സ്ഥാപനങ്ങൾക്കുള്ള ഗവൺമെൻറ് എയ്ഡ് അദ്ദേഹം എടുത്തു കളഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പർജ് ഉണ്ടായിട്ടുണ്ടല്ലോ. സമാനമായ രീതിയിൽ ഹമാസ് എന്നുള്ളതല്ല, ഈ ഗസ യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ആളുകളെയും കൈകാര്യം ചെയ്യുക, അതിൽ അമേരിക്കൻ അല്ലാത്ത ആളുകളെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുക എന്ന സമീപനത്തിലേക്ക് അമേരിക്കയിൽ ട്രംപ് മാറിയിരിക്കുന്നു. അപ്പോൾ നിലപാട് കൂടുതൽ കാർക്കശ്യത്തോടുകൂടി നടപ്പിലാക്കാനുള്ള ഒരു ധാരണ ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര സംഘർഷങ്ങൾ ഇസ്രായേലിലെയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആഭ്യന്തര സംഘർഷം എന്ന് പറയുമ്പോൾ സീസ് ഫയർ അഗ്രിമെൻറ്റിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടുത്തെ ബെന്യാമിൻ നെതന്യാഹു എത്രമാത്രം തീവ്രവലതാണോ അതിനേക്കാൾ തീവ്രവലതായിട്ടുള്ള ചില പാർട്ടികൾ, ഒരു പാർട്ടിയുടെ പ്രതിനിധി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു, വേറൊരാൾ രാജിഭീഷണി മുഴക്കി. ഇപ്പോൾ ഇത് ആക്രമണം പുനരാരംഭിച്ചപ്പോൾ രാജിവെച്ച ആളും അയാളുടെ പാർട്ടിയും തിരിച്ച് ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ കോയിലേഷനിലേക്ക് വരുന്നു. അപ്പോൾ ഈ അവിടെ ഈ ഒക്ടോബർ 7-ന് ശേഷം ഇത് ആക്രമണങ്ങൾ മുറുകിയ സമയത്ത് ഇസ്രായേലിൽ തന്നെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു. അപ്പോൾ ഈ ആഭ്യന്തര രാഷ്ട്രീയം എത്രത്തോളം ഈ ആക്രമണം പുനരാരംഭിക്കാൻ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്? ആഭ്യന്തര രാഷ്ട്രീയം തന്നെയാണ് മേജർ റീസൺ. അതുകൊണ്ടാണല്ലോ ട്രംപ് തന്നെ ഈ യുദ്ധം നിരന്തരമായി മുന്നോട്ട് കൊണ്ടുപോയി അധികാരത്തിൽ തുടരാൻ വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തെ കണക്കറ്റ് പരിഹസിക്കുന്ന ഒരു വീഡിയോ ട്രംപ് ഷെയർ ചെയ്തല്ലോ. ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ ഇപ്പോൾ 120 അംഗങ്ങളുള്ള പാർലമെൻറ്റാണ് ഇസ്രായേലി നെസറ്റ്. അവിടെ വെറും 32 അംഗങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലിക്വിഡ് പാർട്ടിക്കുള്ളത്. ലിക്വിഡ് പാർട്ടി ഒരു സെൻട്രൽ റൈറ്റ് പാർട്ടിയാണ്. പിന്നീട് അവിടുത്തെ ഷാസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് 11 അംഗങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ബെൻ ഗിവർ, അദ്ദേഹം കഹാനിസ്റ്റുകളുടെ പാർട്ടി, കഹാനിസം ഒരു പ്രത്യേക ജുദയിസ്റ്റ് ബ്രാഞ്ചാണ്. ആ കഹാനിസ്റ്റുകളുടെ പാർട്ടി, കഹാനിസം ഒരു പ്രത്യയശാസ്ത്രമായി സ്വീകരിക്കുന്ന ഒരു തീവ്ര സൈനിസ്റ്റ് നിലപാടെടുക്കുന്ന ജുദയിസത്തിനകത്ത് തന്നെയുള്ള ഒരു സബ്സെക്റ്റാണ്, അതാണ് കഹാനി. ഈ കഹാനിസ്റ്റുകളുടെ പാർട്ടി, അവർക്ക് 7 അംഗങ്ങളുണ്ട്. അതിൻ്റെ നേതാവാണ് ഈ ബെൻഗിവറാണ് 42 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഉടനെ തന്നെ രാജിവെക്കുകയുണ്ടായി.
മറ്റൊരാൾ റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് സ്മോട്രിച്ച് അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 6 അംഗങ്ങളുണ്ട്. അദ്ദേഹമാണ് രാജി വയ്ക്കും എന്ന് ഭീഷണി മുഴക്കി. അതാണ് ഭീഷണി. ബെൻഗിവർ അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികൾ അതിശക്തമായി സമ്മർദ്ദം ചെലുത്തി യുദ്ധം അവസാനിപ്പിക്കരുത്, അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അതേസമയം ഈ കുടുംബാംഗങ്ങൾ ഇപ്പോഴും 60ഓളം ബന്ദികൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ഹമാസിൻ്റെ കയ്യിലുണ്ടെന്നാണ് കരുതുന്നത്. അവരുടെ ബന്ധുക്കൾ, അവരുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം ഹമാസുമായി ധാരണയിലെത്തണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും നിരന്തരമായി ആവശ്യപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഈ 2 സമ്മർദ്ദം ഇസ്രായേലിൻ്റെ രാഷ്ട്രീയത്തിൽ ശക്തമായിരുന്നു. ഒന്ന്, ഈ കുടുംബങ്ങളെയും അവരോടുമായി ബന്ധപ്പെട്ട് യുദ്ധവിരുദ്ധ നിലപാടെടുക്കുന്നവരുടെയും മനുഷ്യാവകാശ പ്രവർത്തകരും അവിടുത്തെ അക്കാഡമീഷ്യൻസൊക്കെ ചേർന്നിട്ടുള്ള ഒരു പുരോഗമന വിഭാഗത്തിൻ്റെ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. അവർ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹമാസുമായി ചർച്ച ചെയ്ത് ബന്ദികളെ മോചിപ്പിക്കണമെന്ന നിലപാടുമാണ് അവർ സ്വീകരിച്ചത്. അതേസമയം ബന്ദികളെ മോചിപ്പിക്കുക എന്നതല്ല പ്രധാനം. ബന്ദികൾ ജീവിച്ചാലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല, ഹമാസിനെ ഉന്മൂലനം ചെയ്യണം. അതിനുവേണ്ടി നിരന്തരമായി യുദ്ധം ചെയ്യണം, ഏതറ്റം വരെയും ഇസ്രായേൽ പോകണം എന്ന് വാദിക്കുന്നവരാണ് അവിടുത്തെ തീവ്ര സൈനിസ്റ്റുകൾ. അവരെ എക്സ്ട്രീം റൈറ്റ് വിങ്ങാണ്, എക്സ്ട്രീം സൈനിസ്റ്റ് പൊസിഷൻ എടുക്കുന്ന ആളുകളാണ്. അവരുടെ പിന്തുണയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു അവിടെ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭീഷണിക്ക് ഇദ്ദേഹം വഴങ്ങി എന്ന് വേണം കരുതാൻ. അതോടൊപ്പം അദ്ദേഹത്തിനെതിരെ അഴിമതി കേസുകളുണ്ട്. അഴിമതി കേസുകൾ വിചാരണയ്ക്ക് വന്നിരിക്കുന്നു. ഒന്ന്. രണ്ടാമത് ബജറ്റ് വരികയാണ്. കാരണം അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്റർ സ്മോട്രിച്ചാണ്. അപ്പം ബജറ്റ് വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അപ്പം ഈ യുദ്ധം ആരംഭിച്ചതോടുകൂടി തന്നെ വിചാരണ നിർത്തിവെച്ചു. അദ്ദേഹത്തിന് നേരിട്ടുള്ള അഴിമതി കേസിലെ വിചാരണ നിർത്തിവെച്ചു. സ്മോട്രിച്ചും ബെൻഗിവർ അടങ്ങുന്ന ഗ്രൂപ്പെല്ലാം തിരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടാരത്തിലേക്ക് തന്നെ വന്നു. അങ്ങനെ 68 അംഗങ്ങളുടെ പിന്തുണ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഖ്യ സർക്കാർ അതിജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിനകത്ത് തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനവും കോയലിഷൻ ഗവൺമെൻറ്റിൻ്റെ അധികാരവും നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവിടെയാണ് പ്രസക്തമായ കാര്യം. അതോടൊപ്പം ഈ അമേരിക്കൻ താല്പര്യവും കൂടെ കൂടിച്ചേർന്നപ്പോഴാണ് ഈ നരഹത്യക്കുള്ള കളമൊരുങ്ങിയത്. റൈറ്റ്. ഈ അമേരിക്കൻ താല്പര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ട്രംപ് പറഞ്ഞ ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടി ഉണ്ടല്ലോ, ഗാസ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു, ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാം എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് അസംഭവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടുത്തെ മനുഷ്യർ, ഇത്രയും ദുരിതങ്ങളെ നേരിട്ട മനുഷ്യർ ഒരു കാരണവശാലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതാണ് സിറ്റുവേഷനെങ്കിൽ അവിടേക്ക് എത്തിക്കുക എന്നുള്ളൊരു പണിയല്ല. ഇതൊരു റിയൽ എസ്റ്റേറ്റായിട്ട് അമേരിക്ക ഏറ്റെടുക്കുക എന്നുള്ളൊരു അതിനല്ലേ കുറേ കൂടെ മുൻതൂക്കം കിട്ടുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഗസയുടെ കാര്യത്തിൽ ട്രംപിൻ്റെ നയം പരാജയപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ ജനത അവിടുന്ന് ഒഴിഞ്ഞു പോകും എന്ന് കരുതാൻ വയ്യ. ഇപ്പോൾ ഈ 42 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ തന്നെ ആഗോള വ്യാപകമായി നടന്ന സംവാദങ്ങളുണ്ടായിരുന്നു. യുദ്ധത്തിൽ ആര് ജയിച്ചു? ഹമാസ് ആണോ ജയിച്ചത്? ഇസ്രായേലാണോ ജയിച്ചത്? അതിൽ അത്ഭുതകരമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നല്ല കറുത്ത യൂണിഫോമൊക്കെ ഇട്ട് വെളുത്ത കാറിൽ ഹമാസ് പോരാളികൾ ഖാൻ യൂനിസും ഗസ സിറ്റിയും റഫേലും ഒക്കെ റോന്തു ചുറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ 3 പ്രധാനപ്പെട്ട നഗരങ്ങളുടെയും ചുമതല ഈ ഹമാസുമായി ബന്ധപ്പെട്ട പോലീസ് വിഭാഗം ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല ബന്ദികളെല്ലാം കൈമാറുന്ന സമയത്ത് അവിടെയെല്ലാം ഹമാസ് പോരാളികൾ വലിയ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ ഉന്മൂലനം ചെയ്ത ഹമാസ് ഇത് ചാരത്തിൽ നിന്ന് പൊട്ടി മുളച്ചു വന്ന ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റോ എന്നുള്ള സംശയം അന്ന് ലോകത്തിനുണ്ടായി. മാത്രവുമല്ല അന്ന് സ്ട്രാറ്റജിസ്റ്റുകളൊക്കെ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബന്ദികളിലാകെ 3 പേര് മാത്രമാണ് ഇസ്രായേലിന് കമാൻഡ് ഓപ്പറേഷനിലൂടെ മോചിപ്പിക്കാൻ കഴിഞ്ഞു. ഇത്രയും അധികം ബന്ദികളെ ഇത്രയും ശക്തമായ ആക്രമണം നടത്തുന്നു. സാറ്റലൈറ്റ് ക്യാമറ കണ്ണുകളുടെ
കണ്ണുകളുടെ നിരന്തര നിരീക്ഷണത്തിലാണ് പ്രദേശം മുഴുവനും. ഭൂമിക്ക് മേലെ അവിടെ ഒന്നുമില്ല. എന്നിട്ടും ഇവരെ ജീവനോടെ ബന്ദികളായി സൂക്ഷിക്കാൻ എങ്ങനെ ഹമാസിന് കഴിഞ്ഞു? ഇതൊക്കെയായിരുന്നു അന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ. അതിൽ വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു, ഹമാസിൻ്റെ എത്ര പോരാളികൾ മരണപ്പെടുന്നോ അത്രയും അതിലധികം ആളുകളെ അവർക്ക് റിക്രൂട്ട് ചെയ്യാനും ട്രെയിൻ ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക അത്ര എളുപ്പമല്ല എന്ന നിലയിൽ വാഷിങ്ടൺ പോസ്റ്റ് എൻ്റെ ഒരു ആർട്ടിക്കിൾ വരികയുണ്ടായി. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഹമാസ് ജയിച്ചോ ഇസ്രായേൽ ജയിച്ചോ എന്നുള്ളതല്ല പ്രധാനം. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഗസയിലെ 23 ലക്ഷം വരുന്ന മനുഷ്യർ ജയിച്ചു എന്ന് പറയുന്നതിനായിരിക്കും ശരി. കാരണം അവരിൽ ഒരാൾ പോലും ഇത്രയും 6 തവണയെങ്കിലും ചുരുങ്ങിയത് സ്ഥലമാറ്റത്തിന് വിധേയമായിട്ട് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു, ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആണ്. അതിൽ തന്നെ കുറേ ആളുകൾ ഈ പ്രക്രിയക്കിടയിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മരണസംഖ്യ ഇപ്പോൾ തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പം മാർച്ച് 5 വരെയുള്ള കണക്ക് പ്രകാരം 48,405 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. ഇപ്പോഴത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം കൂട്ടാതെ. പക്ഷേ അവിടെ ഇനിയിപ്പോൾ ഈ ഡെബ്രിസ് എല്ലാം മാറ്റിയാൽ മാത്രമേ അതിനടിയിൽ എത്ര പേരുണ്ട്, എത്ര മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും മനുഷ്യർ അവിടെ കൊല ചെയ്യപ്പെടുന്നു. അവിടെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വേണമെങ്കിലും ഒരു ഷെല്ല് വന്ന് വീഴാം, ബോംബ് വന്ന് വീഴാം. അത് ക്ലസ്റ്റർ ബോംബായിരിക്കും, അല്ലെങ്കിൽ ഡിപ്ലീറ്റഡ് യുറേനിയത്തിൻ്റെ സാന്നിധ്യമുള്ള ബോംബായിരിക്കും. ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇതിനെയെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ജനത അവിടെ നിൽക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ വിജയിച്ചത് ഗസയിലെ ജനങ്ങളാണ്. അത് ഹമാസാണോ ഇസ്രായേലാണോ എന്നുള്ളതിനേക്കാൾ പ്രധാനം ഗസയിലെ ജനങ്ങൾ പ്രതിരോധത്തിൻ്റെ ഒരു മഹാസാഗരമായി മാറി എന്നുള്ളതാണ്. അതിനിയും അവർ പ്രതിരോധിക്കും. അവരുടെ നാട് വിട്ട് അവർ പോകാൻ സാധിക്കില്ല. കൊന്നു തള്ളുക എന്നുള്ളത് എളുപ്പമല്ല. എനിക്ക് തോന്നുന്നു ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് കൊടുക്കാവുന്നതിനപ്പുറത്തേക്ക് ഇനിയും ചില അക്രമങ്ങൾ നടത്താനും കുറേ ആളുകളെ കൊലപ്പെടുത്താനും കഴിഞ്ഞേക്കാം. അതിനപ്പുറത്തേക്ക് ഗസയെ പൂർണ്ണമായി ഒക്കുപ്പൈ ചെയ്യാൻ സാധിക്കില്ല. ട്രംപ് വിചാരിക്കുന്നത് പോലെ, ട്രംപ് പറഞ്ഞ രസമായ കാര്യമാണ്, ഞങ്ങൾ ഗസ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജോർദാനിലേക്ക് പോകുക, കുറേ ആളുകൾ ഈജിപ്തിലേക്ക് പോകുക. അതിനിടയ്ക്ക് അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സഖ്യശക്തിയാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഭൂമി ഉണ്ടല്ലോ, അത് കുറച്ച് കൊടുക്കുക, അവരവിടെ പോയി താമസിക്കട്ടെ എന്നുള്ള നിലയ്ക്ക്. അതുപോലെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളുമായി അനൗദ്യോഗിക ചർച്ച നടത്തിയെന്നും അവിടേക്ക് ഈ പോപ്പുലേഷനെ മാറ്റാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, റൂമേഴ്സാണ്. എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ജനാവസാനമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ ഈ സീസ് ഫയർ പോലും, അതായത് 2023 ഒക്ടോബറിൽ തുടങ്ങിയിട്ട് ഈ സീസ് ഫയർ വരുന്നത് 2025 ജനുവരി 19 അതായത് അത്രയും കാലം നീണ്ടു നിന്ന ഒരു നരമേധത്തിനൊടുവിലാണ് ഒരു സീസ് ഫയർ വരുന്നത്. ആ സീസ് ഫയറിലേക്ക് എത്തിക്കുന്നതിന് ഇപ്പം ഒരു പരിധി വരെ ഫലസ്തീൻ ജനതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിച്ച ചില രാജ്യങ്ങളെങ്കിലും, ഇപ്പോൾ ഖത്തർ ഒരു ഉദാഹരണം. ഖത്തർ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ അലയാണ് എന്ന് വേണമെങ്കിൽ പറയാം, എങ്കിൽ പോലും ഫലസ്തീൻ്റെ കാര്യം കൂടെ സംസാരിച്ചിട്ടാണല്ലോ അവർ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫലസ്തീൻ കോസിനോട് ചേർന്ന് നിൽക്കുന്ന ചില രാജ്യങ്ങളുടെ താല്പര്യം കൂടി ഉണ്ടായിരുന്നു ഈ സീസ് ഫയർ എന്ന് പറയുന്നത്. ഈ 42 ദിവസത്തിന് ശേഷം ഈ സീസ് ഫയർ ഒരു എന്താ പറയുക, ഒരു പ്രകോപനവും ഇല്ലാതെ റദ്ദാക്കിക്കൊണ്ട് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമ്പോൾ ഭാവിയിൽ ഈ ഫലസ്തീൻ ജനത അടുത്തൊരു സീസ് ഫയറിനെ കുറിച്ച് ഫലസ്തീൻ കോസിന് വേണ്ടി നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങൾ മുൻകൈ എടുത്താൽ പോലും ഈ ജനത വിശ്വസിക്കാൻ മടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കൊയാസൂടെ സൃഷ്ടിക്കുന്നില്ല ഈ പ്രശ്നം? തീർച്ചയായിട്ടും സൃഷ്ടിക്കുന്നുണ്ട്. അത് ഈ പുണ്യപ്രിയദാസ് ഗുപ്ത ഒരു പുസ്തകം എഴുതിയിരുന്നു, അത് ഫലസ്തീൻ സംഭവത്തെക്കുറിച്ച്. അത് 90s മറ്റാന്ന് പറയാം. അതായത് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ചീറ്റഡ് ബൈ ദ വേൾഡ് എന്ന്. ചീറ്റഡ് ബൈ ദ വേൾഡ്. അപ്പോൾ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങൾ മാത്രമല്ല, അവരുടെ അടുത്ത ബന്ധുക്കളും അവരുടെ സഹോദരങ്ങളായിട്ടുള്ള അറബ് രാജ്യങ്ങളും അവരെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യം കൈയൊഴിഞ്ഞ രാജ്യമാണ് ഈജിപ്ത്. സെപ്പറേറ്റ് പീസ് വിത്ത് ഇസ്രായേൽ, ക്യാമ്പ് ഡേവിഡ് എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടതിൻ്റെ പേരിലാണല്ലോ അൻവർ സാദത്തിന് വെടിവെച്ച് കൊല്ലുന്നത് 1979. മാത്രമല്ല അറബ് ലീഗിൽ നിന്ന് അവരെ പുറത്താക്കിയിരുന്നു ഈജിപ്തിന്. പിന്നീട് 1988 മറ്റാണ് അറബ് ലീഗിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ പറ്റിയത്. അപ്പോൾ ഈ ക്യാമ്പ് ഡേവിഡ് എഗ്രിമെൻറ്റിന് ശേഷം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യശക്തിയാണ് ഈജിപ്ത്. അപ്പോൾ ഈജിപ്തും ഖത്തറും കൂടി മധ്യസ്ഥ വഹിച്ച ടർക്കിയുടെ പിന്തുണയുള്ള ഒരു കരാറാണ് ഇപ്പോൾ നിലവിൽ വന്നത്, ഈ 42 ദിവസത്തെ വെടിനിർത്തൽ കരാർ. അതിൽ 1-ാം ഘട്ടം കഴിഞ്ഞ് 2-ാം ഘട്ടത്തിലേക്കും അത് കഴിഞ്ഞ് 3-ാം ഘട്ടത്തിലേക്കും പോകണം എന്ന ധാരണയിലാണ് ആ 42 ദിവസത്തെ വെടിനിർത്തൽ
ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത്. അപ്പോൾ അവരെ പോലും അമേരിക്കയോ അല്ലെ ഇസ്രായേലോ കണക്കിലെടുക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും സൗദി അറേബ്യയുടെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. സൗദി അറേബ്യ അബ്രഹാമിക് കരാറിൻ്റെ ഭാഗമായി ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യാൻ പരിശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഇസ്രായേലുമായിട്ട് സമ്പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ ഗസയും വെസ്റ്റ് ബാങ്കും ചേർത്ത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാട് ഇപ്പോഴും സൗദി അറേബ്യ സ്വീകരിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ സൗദി അറേബ്യയുടെ നിലപാട് വളരെ പ്രസക്തമാണ്. അപ്പോൾ ആ മേഖലയിലുള്ള രാജ്യങ്ങൾ, ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യ അടക്കം ഖത്തർ, അതുപോലെ ഈജിപ്ത്, ഈ രാജ്യങ്ങളൊക്കെ ഫലസ്തീനികളെ പിന്തുണയ്ക്കുന്നുണ്ട്, അവർക്ക് പരിമിതികളുണ്ടെങ്കിൽ കൂടി. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ വളരെ അടുത്ത സഖ്യശക്തികളുമാണ്. അതായത് വെസ്റ്റ് ഏഷ്യൻ, അമേരിക്കയുടെ വെസ്റ്റ് ഏഷ്യൻ പോളിസിയിൽ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലും ഈജിപ്തും സൗദി അറേബ്യയൊക്കെ. ഖത്തർ ഇപ്പോൾ അത്രയുമില്ല. ഖത്തർ വ്യത്യസ്തമായ നിലപാട് പല സന്ദർഭങ്ങളിലും എടുക്കുന്നുണ്ട്. അപ്പം ഈ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ട വരും അമേരിക്കയ്ക്ക്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ അക്രമത്തിൻ്റെ ഭാഗമായിട്ട് ആഗോളാടിസ്ഥാനത്തിൽ അറബ് രാജ്യങ്ങളും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസൊക്കെ ചില വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കും. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാകും. അതൊന്നും വലിയ ഫലപ്രാപ്തിയിലേക്ക് എത്തണമെന്നില്ല. പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൂടി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഈ അറബ് രാജ്യങ്ങൾ നടത്തുന്ന ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള നയതന്ത്ര ഇടപെടലുകൾക്ക് ഒരു വലിയ സാധ്യതയുണ്ട്. അവരിപ്പോഴും ഈ ജനതയെ കൈയൊഴിഞ്ഞിട്ടില്ല, അവർ ഗസയെ കൈയൊഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അവരെ പൂർണ്ണമായി കൈയൊഴിച്ചുകൊണ്ട് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒരു പശ്ചിമേഷ്യൻ നയം നടപ്പിലാക്കാനും സാധിക്കില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പമാണ് ഈ ജനതയുടെ അതിശക്തമായ പ്രതിരോധം. അത് പ്രതിരോധത്തിൻ്റെ ഒരു വാളായി ഇപ്പോൾ നിൽക്കുന്നത് ഹമാസാണ്. അപ്പോൾ അതുകൊണ്ട് ഹമാസ് അവിടെയുണ്ട്, ഗസയിലെ ജനങ്ങളുണ്ട്, അവരുടെ പ്രതിരോധ പ്രസ്ഥാനമുണ്ട്, അവരുടെ അതികഠിനമായ ആത്മബോധമുണ്ട്. ഈ രാജ്യം വിട്ട്, ഈ മണ്ണ് വിട്ട് ഞങ്ങൾ എവിടേക്കും പോവില്ല എന്ന് തീരുമാനിച്ച ഒരു ജനതയെ അത്ര എളുപ്പം പരാജയപ്പെടുത്താനും കഴിയില്ല. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ ഒരു നീണ്ടു നിൽക്കുന്ന ഇതുപോലെയുള്ള എന്താ പറയുക, പീരിയോഡിക്കലായി ആവർത്തിക്കുന്ന കൊലപാതകങ്ങൾക്കപ്പുറത്തേക്ക് ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ ഈ അമേരിക്കൻ ഭാഗത്ത് നിന്ന് ഈ ഇസ്രായേലി ആക്രമണം പുനരാരംഭിച്ചതിനെക്കുറിച്ച് പറയുന്നത് ഹമാസിനെ തീർത്തും ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒറ്റ സിംഗിൾ പോയിൻ്റ് അജണ്ട വെച്ചിട്ട് ആണ് അമേരിക്കൻ എക്സ്പേർട്സ് ഒരുപക്ഷെ ഇതിനെ പിന്തുണയ്ക്കുന്നത്. ഈ ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കുക, മുഴുവൻ ബന്ദികളെയും ഒറ്റയടിക്ക് മോചിപ്പിക്കുക എന്ന് പറയുന്ന നിർദ്ദേശം ഹമാസ് അംഗീകരിക്കുന്നില്ല എന്ന കാര്യവും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ ഹമാസിനെ നേരത്തെ മുതൽ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുകയോ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ ചെയ്യുന്നൊരു പണിയുണ്ട്. ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിൻ്റെ തുടർച്ചയിൽ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഹമാസ് ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, the whole hell will loose on Hamas, ഗസ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസ്ഥാനം നടത്തി, ട്രംപ് പ്രസ്ഥാനം നടത്തി. ഇവിടെ വെടിനിർത്തൽ കരാർ രണ്ട് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ, തുർക്കിയുടെ പിന്തുണയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു മൾട്ടി ലാറ്ററൽ എഗ്രിമെൻ്റാണത്. വിവിധ രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് 42 ദിവസത്തെ വെടിനിർത്തൽ. അതിൻ്റെ ഭാഗമായി രണ്ടാം ഘട്ടത്തിലേക്ക് മൂന്നാം ഘട്ടത്തിലേക്കും കിടക്കണം. ഇവിടെ പക്ഷേ ഏകപക്ഷീയമായി ട്രംപ് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ മുഴുവൻ ബന്ദികളെ ഇപ്പോൾ തന്നെ വിട്ടുകൊള്ളണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്നുള്ളത്. അതൊരു കരാറിൻ്റെ ഭാഗമായി വരേണ്ടതല്ലേ? നിലവിലൊരു കരാർ അവിടെ ഉണ്ട്. ആ കരാറിൻ്റെ ഭാഗമായി, തുടർ നടപടികളുടെ ഭാഗമായി ഈ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന്, ഹമാസ് അതിലൊരു പാർട്ടിയാണ്, ഹമാസ് അടക്കം ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ് ബാക്കി ബന്ദികളെ വിട്ടയക്കുന്ന കാര്യവും തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യവും. അവിടെ ഏകപക്ഷീയമായി ട്രംപ് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്, ഇനി ബാക്കിയുള്ള ബന്ദികളെ മുഴുവൻ നിങ്ങൾ ഒറ്റയടിക്ക് വിട്ടയച്ചു കൊള്ളണം, അങ്ങനെ വിട്ടയച്ചില്ല എങ്കിൽ ഞങ്ങൾ ആക്രമണം പുനഃസ്ഥാപിക്കുന്നുള്ളതാണ്. ഇത് ഡിക്റ്റേറ്റർഷിപ്പ് എന്നല്ല, ഇത് അങ്ങേയറ്റത്തെ ആഗോള മര്യാദകൾക്ക് വിരുദ്ധമായ, രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പാലിക്കേണ്ടുന്ന സകല മൂല്യങ്ങളെയും നിരസിച്ചുകൊണ്ടുള്ള ഏകപക്ഷീയമായ പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ട്രംപിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് നിലവിലുള്ളതിനെ മുഴുവൻ അടിച്ചങ്ങ് പൊളിക്കുകയാണ്.
അപ്പോൾ ഒരു മനുഷ്യൻ നിന്നങ്ങ് പ്രഖ്യാപിക്കുക ആണ് ഞങ്ങൾ ഇവിടെ റിയൽ എസ്റ്റേറ്റ് നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഈ ഭൂമി അമേരിക്കയ്ക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ സാധിക്കും? അപ്പോൾ UN ചാർട്ടർ പ്രകാരം ഏറ്റെടുക്കാൻ പറ്റില്ല, കാരണം ഇപ്പോഴും ഗസ ഒക്കുപ്പൈഡ് പലസ്തീനിയൻ ടെറിട്ടറിയാണ്. ഒക്കുപ്പൈഡ് പലസ്തീനിയൻ ടെറിട്ടറിയിൽ അവിടുത്തെ ജനങ്ങളെ അവിടുന്ന് മാറ്റാൻ ഈ ഒക്കുപ്പൈ ചെയ്ത ശക്തിക്ക് പോലും കഴിയില്ല. അവിടെ അധിനിവേശ ശക്തി ഇസ്രായേലാണ്. ഇസ്രായേലിന് പോലും അന്താരാഷ്ട്ര നിയമപ്രകാരം ഗാസൻ പോപ്പുലേഷനെ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അമേരിക്ക അവിടെ പോയിട്ട് റിയൽ എസ്റ്റേറ്റ് നടത്തുക? അവിടുത്തെ ജനതയെ റീപ്ലേസ് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് എങ്ങനെയാണ് അവിടെ ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് അമേരിക്ക ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആര് അതിനെ പിന്തുണയ്ക്കും? അവരോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളിവിടെ റിയൽ എസ്റ്റേറ്റ് എൻറ്റിറ്റിയായി കണക്കാക്കി മനോഹരമായ ഉദ്യാനങ്ങളും ബീച്ചുകളും റിസോർട്ടുകളും നല്ല വീടുകളും ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ ആര് താമസിക്കും? നിങ്ങൾ തൽക്കാലത്തേക്ക് ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ മാറ്റുന്ന ഗസൻ നിവാസികൾക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഗസ എല്ലാവരുടേതായിരിക്കുന്ന. അപ്പോൾ അതിൽ വളരെ കൃത്യമാണ്. ഗസ എല്ലാവരുടേതായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ഗസൻ നിവാസികളുടെയാണ്, അങ്ങനെ എല്ലാവരുടെയും അല്ല. ഇന്ത്യക്കാരുടേതാണ്, അമേരിക്കക്കാരുടേതാണ്. ഗസയിലുള്ള മനുഷ്യരുടേതാണ്. അവിടെ നിങ്ങൾ ബീച്ച് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, എന്തുണ്ടാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ അവിടെ താമസിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ കഴിയണ്ടേ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അന്താരാഷ്ട്ര നിയമങ്ങളോ ചട്ടങ്ങളോ സാമാന്യ മര്യാദയോ ഒന്നും പാലിക്കാത്ത തരത്തിലുള്ള ഇടപെടൽ ട്രംപ് നടത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ മൂല കാരണം. റൈറ്റ്. എന്തായാലും ഇസ്രായേൽ അവരുടെ രണ്ടാം ഘട്ട വംശഹത്യാശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഇക്കുറി ഒക്ടോബർ 7, 2023 എന്ന് പറയുന്ന ഒരു കടന്നുകയറ്റം ഇല്ലാതെ തന്നെയാണ് ഒരു സീസ്ഫയർ അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കെ അത് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണമാണ് നടത്തുന്നത്. ഇക്കുറി ഇസ്രായേലിൻ്റെ താല്പര്യം മാത്രമല്ല, അതിനുപരിയായി അമേരിക്കയുടെ വലിയ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താല്പര്യങ്ങൾ മാത്രമല്ല, ഗസ സ്പെസിഫിക്കായ അമേരിക്കൻ താല്പര്യം പോലും ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന സന്ദേഹം അവിടെ ശക്തമാണ്. ഒപ്പം ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയവും ഈ ആക്രമണത്തിന് ഒരു കാരണമായി നിൽക്കുന്നു. എന്തായാലും ഗസയിൽ നിന്ന് നാം കേൾക്കുന്നത് മനുഷ്യരുടെ നിലവിളികളാണ്, കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങളാണ് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത് മുഴുവൻ. അത് മുൻ ആക്രമണങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. കുട്ടികളും സ്ത്രീകളുമാണ് അവിടെ കൂടുതൽ കൊല്ലപ്പെട്ടത്. അതിപ്പോഴും തുടരുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വലിയ മൗനം ഈ 3 ദിവസങ്ങളിലും തുടരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായി നമ്മൾ കാണണം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.